അവൻ ആദ്യം മാളുവിനെ കറക്കിയെടുത്തു. ഇപ്പോഴിതാ അമ്മുവിനെയും മലവീശിരിക്കുക. ഇനി ഒരു നിമിഷം അവൻ ഇവിടെ നിർത്തിക്കൂടാ. ഈ നാട്ടിൽ നിന്ന് തന്നെ അവനെ കെട്ടുകെട്ടിക്കണം. ബാല, എനിക്കതിന് നിന്റെ സഹായം വേണം. നിനക്കാവുമ്പോ ഈ തിണ്ണ പരിപാടിയൊക്കെ നല്ല പിടിയാണല്ലോ. അതാണല്ലോ നിന്നെ പോലുള്ള തിണ്ണ പാർട്ടികൾ എന്നെ തേടി വരുന്നത്. ബാല, ഒന്ന് നില്ല്. എന്ത് ചെലവുണ്ടെങ്കിലും ഞാൻ ചെയ്യാം. നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. പറ്റില്ല എന്ന് പറയരുത് പ്ലീസ്. അവനെ ഇവിടെ നിന്ന് ഓടിക്കണം അല്ലേ? അതെ. അവൻ മാളുവിനെ പ്രേമിക്കുന്നുണ്ടെന്ന് ചേട്ടൻ ബാവയെ അനിയൻ ബാവയെ അറിഞ്ഞാൽ ആ നിമിഷം അവരവന്റെ കൈ വെട്ടിയെടുക്കും. അമ്മുവിനെ കൂടി സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞാലോ കാലും കൂടി വെട്ടിയെടുക്കും. കൈയും കാലും ഇല്ലാത്തവൻ എങ്ങനെ ഓടിക്കും? ഓടണ്ട, അവൻ എഴയണം. എന്തായാലും കയ്യും കാലും ഇല്ലാത്ത ഒരുത്തിനെ പിന്നൊരു പെണ്ണും പ്രേമിക്കില്ലല്ലോ. എങ്കിൽ നമുക്കിതെല്ലാ തെളിവോടും കൂടി ബാബമാരെ അറിയിക്കാം. അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. വരൂ. ഇതെന്റെ അമ്മയുടെ മുറിയാ. അമ്മ മരിച്ചേ പിന്നെ ഞാനും അച്ഛനും അല്ലാതെ മറ്റാരും ഇതിനകത്ത് കയറാറില്ല. ഇപ്പൊ ആദ്യമായിട്ടാ. ഇതാണ് എന്റെ അമ്മ. ഞാൻ എനിക്ക് വേണ്ടി കണ്ടുവച്ച ആളെ അമ്മയെ കാണിക്കാൻ കൊണ്ടുവന്നതാ. അല്ല, ഞാൻ ഇനി മനസ്സിലായില്ലെന്ന് ഭാവിക്കരുത്. എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിലുണ്ട്. അല്ല, ഇത് എവിടെയായിരുന്നു? എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു. അല്ല, ഞാനൊരു ഇടം വരെ പോയിരുന്നു. എന്താ? ഈ പ്രേമലേഖനം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും ഒക്കെ വല്ലാത്ത ചമ്മലാണല്ലേ? അയ്യോ അല്ല, ഞാനത് എനിക്ക് കോളേജിൽ ഒരുപാട് ലവ് ലെറ്റേഴ്സ് കിട്ടാറുണ്ട്. അതൊന്നും ഞാൻ കണക്കിലെടുക്കാറേ ഇല്ല. അതെ, ഞാനും അതെ. ഇതൊന്നും അത്ര കണക്കിലെടുക്കേണ്ട കാര്യമല്ലല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് എഴുതിയതാ. എന്താ? അതൊക്കെ ഇത് വായിക്കുമ്പോ മനസ്സിലാവും. അതെന്താ? അതും ഇതേപോലെ ആത്മാർത്ഥമായിട്ട് എഴുതിയത് തന്നെ. എന്നുവെച്ചാ മറുപടിയോ? അതിനത് വായിച്ചു നോക്കിയില്ലല്ലോ. വായിച്ചില്ല, എന്നാലും നേരത്തെ മറുപടി ഞാൻ എഴുതി വെച്ചു. എന്നാലതിന് തന്നേക്കേ. ഇതിലേതാണ് ആത്മാർത്ഥ എന്ന് അറിഞ്ഞിട്ടേ ഞാൻ തരൂ. മാളു പോ. മാളു പൊയ്ക്കോ. എന്റെ പ്രേമേട്ടന്, എന്റെ പ്രിയപ്പെട്ട പ്രേമേട്ടന്. എന്റെ ഈശ്വര, ഇതൊന്നും അത്ര കാര്യാക്കാനില്ലടാ. കാണാൻ കൊള്ളാവുന്ന ഡ്രൈവറെ കാണുമ്പോ സാധാരണ പെമ്പിള്ളേർക്ക് തോന്നാറുള്ള ഇതൊക്കെ. അവർക്ക് കളിക്കാൻ ഒരു പാവയാണ് ആവശ്യം. നീ അതുപോലെ അങ്ങ് നിന്നു കൊടുത്താ മതി. അതിനെ വേറെ ആളെ നോക്കിയാ മതി, എന്നെ കിട്ടില്ല. എടാ, കുരച്ചോണ്ട് വരുന്ന പട്ടിയെ കണ്ട ഓടരുത്, അത് ഓടിച്ചിട്ട് കടിക്കും. അതുപോലെ ആ പെണ്ണും സ്നേഹിച്ചോണ്ട് വരുമ്പോ തിരിഞ്ഞു നിന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പല കുഴപ്പങ്ങളുണ്ടാക്കും. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി തന്തയോടും തള്ളോടും പറഞ്ഞു കൊടുത്തെന്ന് വരും. അതോടെ നിന്റെ ഗതി അധോഗതിയാവും. ഇപ്പൊ അമ്മു മാളും നിന്റെ കയ്യിലാ. അവരോടൊന്നും മയത്തിൽ നിന്നാ നിനക്ക് ബാബാ പ്രദേശന്റെ ഏതെങ്കിലും സ്ഥാപനത്തിൽ മാനേജർ വരെ ആവാൻ സാധിക്കും. അത് മറക്കണ്ട. നന്നായിട്ട് വായിച്ചു പഠിക്കുക. ചെറുക്കൻ അടുത്ത ആഴ്ച ബോംബെന്ന് വരും. വിമാനത്തില്. വിമാനമൊന്നും അങ്ങോട്ട് തറപ്പിച്ചു പറയാൻ അവന്റെ സ്വന്തം വിമാനമൊന്നും അല്ലല്ല, കൂലി കൊടുത്തല്ലേ വരണത്. വേണ്ടി വന്നാ സ്വന്തം വിമാനം മേടിക്കാനുള്ള കഴിവുണ്ട്. ചെറുക്കന് ബോംബെയില് വലിയ ബിസിനസ് അല്ലേ. അവന്റെ നിലയും വിലയും വെച്ച് നോക്കിയാ ഇപ്പൊ ചോദിക്കുന്ന ഈ 10 ലക്ഷം വളരെ കുറവാ. പിന്നെ പെണ്ണിന്റെ ജാതകത്തിലെ കുഴപ്പം അത്ര കാര്യാക്കിയിട്ടില്ല. ഏതായാലും ചെറുക്കനും പെണ്ണും തമ്മിൽ കാണത്ത്. ചെറുക്കൻ പെണ്ണിനെ കണ്ടിട്ടുണ്ട്, അമ്പലത്തിൽ വെച്ച്. കണ്ടിഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ എന്നോട് ആലോചിക്കാൻ പറഞ്ഞത്. അമ്മൂനും അവനെ ഇഷ്ടപ്പെടും, മിടുക്കനല്ലേ. അവരിക്കടെ കുടുംബ പേരെന്താണെന്നാണ് പറഞ്ഞത്? നാരകത്തറ. അവരിപ്പം വലിയ പണക്കാരല്ലേ. ഞങ്ങ ഒന്ന് തിരക്കട്ടെ. അറിഞ്ഞിടത്തോളം അവര് നല്ല കൂട്ടരാ. മോക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല. നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തേ? എനിക്കിത് വേണ്ടച്ചാ. എന്താ ഇതിനൊരു കുറവ്? എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് പറയാൻ നീ അവനെ കണ്ടില്ലല്ല. എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ല അച്ഛാ. ഇതെന്ത് പണ്ടാരാണ്? ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരാൻ മനുഷ്യൻ കിടന്നു വിടുന്ന പാട്. എനിക്കിപ്പോ കല്യാണം വേണ്ട. കല്യാണം ഇവിടെ വെച്ചല്ല, കൊട്ടാരം വീട്ടിൽ വെച്ചാണ്. അതിന്റെ മുറ്റത്തൊരു പന്തല് കെട്ടി ഒരേ ദിവസം 2 കല്യാണം. ഒന്ന് അവക്കടെ, ഒന്ന് ഇവക്കടെ. അവക്കടെ കല്യാണം ഏതാണ്ട് ഉറച്ച മട്ടാണ്.
ഇനി എവക്കൊരു ചെറുക്കനെ കണ്ടുപിടിക്കണം. എന്താണ് നിന്റെ അഭിപ്രായം? ഓ, എന്റെ അഭിപ്രായം പറയാത്ത താമസമല്ലേ ഉള്ള അങ്ങോട്ട് എടുക്കാൻ. അല്ലേലും എടുക്കാനൊന്നുമല്ല, ഒരു ഫാരി എന്ന നിലയ്ക്ക് നിന്നോട് ചോദിച്ചെന്നേ ഉള്ളൂ. നീ പറ. നിങ്ങൾ തന്നെ എല്ലാം അങ്ങ് തീരുമാനിച്ചു. അല്ലെങ്കിൽ എനിക്കിവിടെ എന്താ സ്ഥാനം? ഓ, അഭിപ്രായം ചോദിക്കുന്നു. അവ പോണെങ്കി പോട്ട്. ആ, മോടെ അഭിപ്രായം പറ. മോക്കാരെ വേണം? ഡാക്ടർ വേണ, എഞ്ചിനീയർ വേണ, അതാ കലക്ടർ വേണ? മോടെ ഇഷ്ടം അങ്ങോട്ട് പറ. എന്റെ ഇഷ്ടം ഞാൻ പറയട്ടെ? മോള് പറ, അതിനല്ലേ അച്ഛൻ ചോദിച്ചേ. പറഞ്ഞാ അച്ഛനും ഒച്ചയും ബഹളം ഉണ്ടാക്കുവോ? ഹാ, ഇഷ്ടം പറഞ്ഞ എന്തിനാണ് ബഹളം ഉണ്ടാക്കണത്? നീ പറയടി. എനിക്ക് അധികം പണവും പദവിയുള്ള ആളൊന്നും വേണ്ട. ഇത്തിരി വിദ്യാഭ്യാസം വേണം, കാണാനും കുറച്ച് ഭംഗിയുണ്ടായിരിക്കണം. പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ട് ഒരു ഡ്രൈവർ ആകേണ്ടി വന്ന ആളായാലും സാരമില്ല. നീ എന്താണ് കടങ്കഥ പറയണ? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അച്ഛന് മനസ്സിലായില്ലേ? അങ്ങനെ ഒരാള് ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഈ വീട്ടില് ആര്? പ്രേമചന്ദ്രന്? അതെ. നീ എന്താണ് പറഞ്ഞത്? ഇവിടുത്തെ ഡ്രൈവറെ ഞാൻ എന്റെ മരുമകനാക്കണം അല്ലേ? കൊന്നുകളയും ഞാൻ. എന്റെ ഇഷ്ടം ഞാൻ പറഞ്ഞത്. അത് അച്ഛന് ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട. എനിക്കിനി വേറെ വിവാഹം ആലോചിക്കണ്ട. അനിയൻ അറിഞ്ഞാൽ നിന്നെ വെച്ചിട്ടില്ല. ഒന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് പുന്നാരിച്ചാ തെറ്റായി പോയത്. വേണ്ടാവിനം പറഞ്ഞാണ്ടല്ലോ, തള്ളയില്ലാത്തതാണെന്നൊന്നും ഞാൻ കരുതൂല. കൊത്തി തുറക്കും ഞാൻ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അടുത്ത ആഴ്ച അവര് വരും. ഇനി നിനക്ക് ചെറുക്കനെ ഇഷ്ടമായില്ലെങ്കിൽ ആ കല്യാണം നടക്കും. നിന്റെ മനസ്സിലുള്ളതും കളഞ്ഞര്. ഇല്ല, അത് കഴിയില്ല. ഈ ജന്മത്തെ എനിക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് പ്രേമേന്ദ്രനുമായി മതി. എന്താ ഭേദം വെച്ച് അച്ഛനത് ചെയ്തു. എന്ത് സഹിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അയാളെ മറക്കാൻ മാത്രം പറയരുത്. ചേട്ടനെങ്ങാനും പറഞ്ഞാൽ നിന്നെ കൊന്നുകളയും. മക്കളെ മര്യാദയ്ക്ക് വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. മോളെ, നിനക്ക് എന്താടി പറ്റിയത്? എന്നെ ഇവിടെ ആർക്കും വേണ്ടല്ല. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ. എടോ ഈശ്വരപിള്ളേ, എന്താ മുതലാളി? വാടോ. ആ വാതിലടച്ച് കുറ്റിയിട്ടെ. എന്തിനാ? ആ വാതിലടച്ച് കുറ്റിയിടാൻ. ഓ, വാതിൽ തുറക്ക. എടി, വാതിൽ തുറക്കാൻ. ഇല്ല, ഈ കല്യാണത്തിന് അച്ഛൻ സമ്മതിക്കുന്നത് വരെ ഞാൻ ഇതിനകത്ത് കിടക്കും. ഇവിടെ കിടന്ന് ചാകും. എന്നാ ചത്തോടി. നിന്റെ ശവെടുക്കലിന് മുമ്പേ ഞാൻ അവനൊന്ന് കണ്ടേച്ചു വരട്ടെ. അച്ഛാ, അയാളെ ഇവിടുന്ന് തല്ലി ഓടിക്കാൻ അച്ഛൻ പോകുന്നെങ്കിൽ അയാളോടൊപ്പം ഞാനും ഇറങ്ങി പോകും. അവനെ അങ്ങോട്ട് കൊന്നു കളഞ്ഞാലോ? മോളിറങ്ങി പോവോ? മുതലാളി എന്താ ഈ പറയണത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പ്രേമേന്ദ്ര അത്രക്കാരനല്ല. എന്റെ മോള് തന്നെയാ എന്നോട് പറഞ്ഞത്. ഓ, എങ്കിൽ ചിലപ്പോ ശരിയായിരിക്കും. അവൻ ചെയ്ത് മഹാ തെറ്റായിപ്പോയി. ഞാൻ അവനെ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. എവിടെങ്കിലും പോയി തൊലയട്ടെ. ചേട്ടൻ ബാവയുടെ മോളെ പ്രേമിച്ചിട്ട് അവനെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ വരട്ടെ. മുതലാളി അവനൊന്നും ചെയ്യരുത്. അറിവില്ലാണ്ട് പറ്റിപ്പോയതാവും. അവനൊരു പാവ. അവൻ പാവാ, അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ തന്നെ വിളിച്ച് ആലോചിച്ചത്. എന്റെ മോക്കടെ ഇഷ്ടം അതാണെങ്കിൽ എങ്കിൽ മുതലാളി ഈ ജമ്മത്തി ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഇതെന്ന് ഞാൻ പറയും. അവൻ നല്ലവനാ. ഇത്തിരി കാശിന്റെ കുറവുള്ളൂ. അതൊന്നും സാരമില്ലടോ. എന്റെ മോക്കടെ സന്തോഷത്തിനപ്പുറത്ത് എനിക്കൊന്നും വേണ്ടോ. താൻ വാതിൽ തുറക്ക്. അനിയനെ ഇപ്പൊ തന്നെ വിളിച്ച് ആലോചിച്ചേക്കാം. ശരി മുതലാളി. എന്താ ചേട്ടൻ വല്ലത് പറഞ്ഞ? ഇവൻ കൊണ്ടുവന്നില്ല ആ പന്നിടുമൻ ഡ്രൈവർ. അവൻ നമ്മുടെ കുടുംബത്തെ കയറി പ്രേമിക്കാൻ മാത്രമായ. ഇത് നീ എങ്ങനെ അറിഞ്ഞു? അവള് നിന്നോടും പറഞ്ഞാന്ന് എന്റെ മുഖത്ത് നോക്കി അവള് പറഞ്ഞു. അവനെ അല്ലാതെ വേറെ ആരെ അവള് കെട്ടൂലെന്ന്. നിന്നോട് പറഞ്ഞ പോലെ
എന്റെ മുഖത്ത് നോക്കി അവൾ എന്നോടും പറഞ്ഞ്. അതിനെപ്പറ്റിയാ ഞങ്ങളിപ്പോ സംസാരിച്ചോണ്ടിരുന്നത്. നിക്കടാ, തെറ്റ് ചെയ്തത് അവൻ മാത്രമല്ലല്ല, അവളും തെറ്റുകാരിയല്ലേ. രണ്ടാള് തെറ്റ് ചെയ്താ അതിനൊരാളെ ശിക്ഷിക്കുന്നത് ശരിയാണാ? അതുമല്ല, അവൻ എന്താടാ ഒരു കുറവ്? വിവരവും പഠിപ്പുമില്ലേ, നല്ല കുടുംബത്തിൽ പിറന്നവനല്ലേ. പിന്നെ ഇത്തിരി കാശിന്റെ കുറവ്, അത് നമ്മുടെ കയ്യിലില്ലേ? അല്ല, ചേട്ടൻ എന്താണ് ഈ പറഞ്ഞാണ്ട് പറയണത്? അവളുടെ ഇഷ്ടം അതാണെങ്കിൽ നമുക്കതങ്ങാട്ട് നടത്തിയാലാ? ഹാ, ചേട്ടൻ എന്താണ് ഈ പറയണത്? ഇവിടുത്തെ ഡ്രൈവറെ ഷോ നാട്ടുകാർ കേട്ടാ കാർക്കിച്ചു തുപ്പൂല്ല. തുപ്പടവരെ തുപ്പട്ടടാ. ഒരു വട്ടപൂജ്യത്തിൽ നല്ലേ നമ്മ ഇവിടം വരെ എത്തിയത്. അവൻ ഇതിലും മുകളിൽ എത്തുമെന്ന് എനിക്ക് ഉറപ്പാ. അവനെ എനിക്ക് ഇഷ്ടമാടാ. തല്ലാനും കൊല്ലാനും ഒക്കെ പോണതിന് മുമ്പ് നീ ശരിക്കൊന്ന് ആലോചിച്ചു നോക്ക്. ചേട്ടൻ തീരുമാനിച്ച അതെന്റെയും തീരുമാന. എന്നാലും ചേട്ടൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച്. ഇനി ഒന്നും ആലോചിക്കാനില്ലടാ, നമ്മക്ക് ഇതങ്ങോട്ട് നടത്താം. ചേട്ടന് നിർബന്ധമാണെങ്കിൽ പിന്നെ എനിക്കെന്താണ് തടസ്സം? എന്നാ കൊടുകൈ.